ഫിഫ്ത്ത് സെമ്മിൻ്റെ എക്സാമിന്. അതിനകത്ത് TDS in ടാലി ഇന്നലെ നിങ്ങളെ ജസ്റ്റ് ഞാനത് വായിച്ച് ചെയ്തില്ല. നമുക്ക് 4-ാം തീയതി ഓഫ്ലൈനിൽ വരുമ്പോൾ നമുക്ക് ചെയ്യാം. അതുപോലെ TDS in ടാലിയുടെ പ്രൊസീജിയർ നന്നായിട്ട് പഠിച്ചോണം. അതേപോലെ GSTയുടെ ടൈപ്പുകൾ, GSTയുടെ ടാക്സ് റേറ്റുകൾ, GSTയുടെ ബെനിഫിറ്റുകൾ, ഇത്രയും കാര്യങ്ങൾ ബി പാർട്ട് ഓറിയന്റഡ് തിയറി പോലെ പഠിച്ചു വെച്ചോണം. അതേപോലെ എ പാർട്ട് ചോദിക്കാം, എവിടുന്ന് വേണേലും ഇതിനകത്ത് ചോദിക്കാം. വാട്ട് ഈസ് TCS, വാട്ട് ഈസ് TDS, വാട്ട് ഈസ് GST, ഇൻപുട്ട് ടാക്സ്, ഔട്ട്പുട്ട് ടാക്സ്, ITC. അപ്പോൾ ഈ ടാക്സുമായി ബന്ധപ്പെട്ട 0% തൊട്ട് 28% വരെയുള്ളതിൽ ഏതിൻ്റെ വേണമെങ്കിലും എക്സാമ്പിൾ ചോദിക്കാം. അതേപോലെ തന്നെ ഒരു ഭാഗമാണ് ഇനി എടുക്കാൻ പോകുന്നതും GSTയുടെ റിപ്പോർട്ടുകൾ. ലൊക്കേഷൻ ഗേറ്റ്വേ ഓഫ് ടാലിയിൽ ഡിസ്പ്ലേ, സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്, GSTR1, GSTR2, GSTR3 എക്സെട്ര. അതെവിടെ എടുക്കണേ? നമ്മുടെ ടാലി ഓപ്പൺ ചെയ്യുമ്പം ഗേറ്റ്വേ ഓഫ് ടാലിയിൽ ഡിസ്പ്ലേക്കകത്ത് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് വേണം എടുക്കാൻ. കാരണം ഇത് ടാക്സുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷൻ ആണ്. അപ്പൊ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിനകത്ത് അതിൽ ഏത് വേണം? GST സെലക്ട് ചെയ്യുക. അവിടെ നമുക്ക് 3 ഓപ്ഷൻസ് കാണാൻ പറ്റും. GSTR1, GSTR2, GSTR3. അതിൽ എന്താണ് GSTR1? ഇറ്റ് കണ്ടെയ്ൻസ് GSTR എന്ന് പറഞ്ഞ ഫുൾ ഫോം എന്താ? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് റിപ്പോർട്ട്. അങ്ങനെയാണോ GSTR1. It contains the details of sales such as taxable value, tax value, invoice amount, അതായത് സെയിൽ പ്ലസ് ടാക്സ് എക്സെട്ര. On the button band, there are different options to view this report. Press the required button and view the report അക്കോർഡിംഗ് ടു യുവർ നീഡ്. അതായത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് GSTR1. എത്ര രൂപയാണ് ടാക്സ് അടച്ചത്, എത്ര രൂപയ്ക്ക് ആണ് ഇൻവോയ്സ് എമൗണ്ട് കിടന്നിരുന്നത്, അതായത് സെയിൽ എത്ര രൂപയ്ക്കാണ് ആക്ച്വലി നടത്തിയിരിക്കുന്നത്, അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ടാക്സ് ആയിട്ട് ഇവർ നൽകിയിട്ടുള്ളത്. അങ്ങനെ ഡീറ്റെയിൽഡ് ടാക്സിൻ്റെ എമൗണ്ട്, ടാക്സ് വാല്യൂമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അറിയണമെങ്കിൽ GSTR1 ആണ് എടുക്കേണ്ടത്. ദെൻ പ്രസ് ദ റിക്വയർഡ് ബട്ടൺ. നമ്മൾ അവിടെ ബട്ടൺ പാനലിൽ, അവിടെ ഒരു ബട്ടൺ പാനൽ ഉണ്ടാകും. അതിനകത്ത് ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് അതിൽ നിന്ന് ഡീറ്റെയിൽഡ് റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. മെയിനായിട്ടും GSTR1 പറ്റി പറയുമ്പോൾ എഴുതേണ്ട ഡീറ്റെയിൽഡ് എമൗണ്ട് ഓഫ് സെയിലിൽ നിന്ന് എത്ര ടാക്സബിൾ വാല്യൂ ആയിട്ട് അടച്ചിട്ടുണ്ട്, ഇതാണ് GSTR1 സ്പെസിഫൈ ചെയ്യുക. Then GSTR2 ഉണ്ട്. GSTR2 it contains of details of purchases along with GSTR information. അത് ശരിക്കും പഠിച്ചോണം കേട്ടോ. എ പാർട്ടി ചോദിക്കും, നിങ്ങൾക്ക് മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. GSTR1 പറഞ്ഞത് ഏതാ? സെയിലിന്റെ ടാക്സബിൾ വാല്യൂ. അടുത്ത് GSTR2 ആണ്. GSTR2 റിപ്പോർട്ട് കാണുവാണ്. അത് പർച്ചേസിന് എത്ര രൂപയാണ് GST കൊടുത്തിട്ടുള്ളത്. അപ്പൊ പർച്ചേസുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ആണ് GSTR2 ദെൻ GSTR3 ഉണ്ട്. GSTR3 ഇറ്റ് ഷോസ് ദ കമ്പൈൻഡ് ഇൻഫർമേഷൻസ് ഓഫ് GSTR1 ആൻഡ് GSTR2 ഇൻക്ലൂഡിംഗ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ITC. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, അതായത് GSTR3 കമ്പൈൻഡ് ഇൻഫർമേഷൻ ആണ് ഉള്ളത്. GSTR1 GSTR2 കമ്പൈൻഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഉള്ളത്. അതിനകത്ത് അതുപോലെ തന്നെ ITC എത്രയാ കിട്ടിയെന്നും കാണാൻ പറ്റും. ITCയെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. ഏതാ ITC? ഔട്ട്പുട്ട് ടാക്സിൽ നിന്ന് ഇൻപുട്ട് ടാക്സ് കുറച്ചാൽ ബാക്കിയുള്ള എമൗണ്ടിനെ നമുക്ക് ITC, ആ കുറയ്ക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ITC എന്ന് പറയാം. ബാക്കിയുള്ള എമൗണ്ട് ആണ് നമ്മൾ ടാക്സ് ആയിട്ട് പേ ചെയ്യുക. ഒന്നുകൂടെ എക്സാമ്പിൾ പറയണോ? ഞാനിപ്പോൾ ഒരു സാധനം വാങ്ങി, അതിന് GST കൊടുത്തു. ഞാൻ ആ സാധനം മറിച്ച് വിറ്റപ്പോൾ ആ സാധനം വാങ്ങിയ വിലയേക്കാൾ കൂടുതൽ വിലയ്ക്കാണ് ആ ഗുഡ്സ് ഞാൻ മറിച്ച് വിൽക്കുന്നത്. അപ്പം ഞാൻ അടുത്ത ആളുടെ കയ്യിൽ നിന്ന് ടാക്സ് ഈടാക്കുമ്പം ആ കൂടിയ എമൗണ്ടിൻ്റെയും കൂടി ടാക്സ് ഞാൻ മേടിക്കും. അപ്പം ഞാൻ ടാക്സിൻ്റെ എമൗണ്ട് എൻ്റെ കയ്യിൽ കിട്ടുമ്പം ഞാനത് പർച്ചേസ് ചെയ്തപ്പോൾ കൊടുത്ത ടാക്സ് ഞാൻ എൻ്റെ പോക്കറ്റിലിട്ടിട്ട് ബാക്കി വരുന്ന എമൗണ്ട് ആണ് ഗവൺമെൻറ്റിലോട്ട് പേ ചെയ്യുള്ളൂ. ഞാൻ
പെയ്ഡ് ചെയ്ത പർച്ചേസ് ചെയ്ത സമയത്ത് ഞാൻ പെയ്ഡ് ചെയ്ത ടാക്സ് ഞാൻ ആ വസ്തു വിൽക്കുമ്പോൾ കിട്ടുന്ന ടാക്സിൽ നിന്ന് എനിക്ക് എടുക്കുവാനുള്ള റൈറ്റ്, അതാണ് നമ്മൾ ITC എന്ന് വിളിക്കുക. അപ്പോൾ GSTR 2വിനകത്ത് പറയുന്നത് കമ്പൈൻഡ് ഇൻഫർമേഷൻ ആണ് GSTR 1ന്റെയും GSTR 2വിന്റെയും, അതായത് സെയിൽസും സെയിലിന് കൊടുത്തിട്ടുള്ള ടാക്സും. GSTR 2 എന്ന് പറഞ്ഞപ്പോൾ എന്താ, പർച്ചേസിന് കൊടുത്തിട്ടുള്ള ടാക്സും സെയിലിന് കിട്ടിയിട്ടുള്ള ടാക്സ്, കൊടുത്തിട്ടുള്ളതല്ല കിട്ടിയിട്ടുള്ളൂ. അപ്പൊ GSTR 3 വരുമ്പം നമ്മുടെ കമ്പനിയിൽ പർച്ചേസ് ചെയ്തതും നമ്മുടെ കമ്പനിയിൽ നിന്ന് സെയിൽ ചെയ്തതുമായിട്ടുള്ളതിൻ്റെ ഒരു കമ്പൈൻഡ് ഇൻഫർമേഷൻ, ദാറ്റ് മീൻസ് ITCയുടെ കാൽക്കുലേഷൻ അതിനകത്ത് അറിയാൻ സാധിക്കും. എത്ര രൂപയാണ് ITC ആയിട്ട് നമ്മുടെ കമ്പനിക്ക് ലഭിക്കുക, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിയാണെങ്കിൽ ആ സപ്ലയറിന് ലഭിക്കുക. അപ്പോൾ GSTR 3 കമ്പൈൻഡ് ഇൻഫർമേഷൻ ഓഫ് GSTR 1 ആൻഡ് GSTR 2 ആൻഡ് GSTR 2 ഓൾസോ ഇൻക്ലൂഡിങ് ദ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. അങ്ങനെ 3 റിപ്പോർട്ടുകളെ പറ്റി നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇനിയും ഒത്തിരി റിപ്പോർട്ടുകളുണ്ട് കേട്ടോ. ദെൻ വേറെ കുറച്ച് ഇൻഫർമേഷൻ, അത് കുഴപ്പമില്ല, അതൊന്നും വലിയ ബാധിക്കുന്ന കാര്യങ്ങളല്ല. GSTR 1ഉം 2ഉം 3ഉം ആണ് സാധാരണ ചോദിക്കാറ്. ദെൻ GST റിട്ടേൺ ഫോമുകളുണ്ട്. GST റിട്ടേൺ ഫോമുകൾ കുറെ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് GSTR 1 തന്നെ ആദ്യവും പറഞ്ഞിരിക്കുന്നത്, അത് സെയിൽസിന്റെ ഇൻഫർമേഷൻ ആണ് GSTR 1നകത്ത് കൊടുക്കുക. GSTR 2 പർച്ചേസിന്റെ ഇൻഫർമേഷൻ. GSTR 3 ഇൻവേർഡ് സപ്ലൈയും ഔട്ട്വേർഡ് റിട്ടേണും, അതായത് സെയിലും പർച്ചേസും തമ്മിലുള്ള ഒരു ഡീറ്റെയിൽഡ് കമ്പനി ഇതാണ് വരിക. GST റിട്ടേൺ ഫോം യൂസ്ഡ് നോർമൽ ടാക്സ് പെയർ എൻ്ററിംഗ് ദ ഡീറ്റെയിൽസ് ഓഫ് ടാക്സ് ലയബിലിറ്റി ആൻഡ് മേക്കിംഗ് ദ പേയ്മെന്റ് ഓഫ് ടാക്സ് GST പോർട്ടൽ. ഓൾറെഡി അയാൾക്ക് എത്ര ടാക്സ് ലയബിലിറ്റി ഉണ്ടെന്ന് കാൽക്കുലേഷൻ നടക്കും. ടാക്സ് ലയബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്ന ഇവിടെ ഞാൻ പറഞ്ഞു, ഞാൻ വാങ്ങിയപ്പോൾ ഒരു വസ്തു വാങ്ങിയപ്പോൾ കൊടുത്ത ടാക്സ്, ദെൻ ഞാൻ ആ വസ്തു മറിച്ച് വിറ്റപ്പോൾ കിട്ടിയ ടാക്സ്, കൊടുത്തതും കയ്യിൽ കിട്ടിയതും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണോ അത് ഗവൺമെന്റിലോട്ട് ഉറപ്പായിട്ടും പേ ചെയ്തിരിക്കണം. അതാണ് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുക. ദെൻ GSTR 4 കൊടുത്തിട്ടുണ്ട്. GST ഫ്രോം ടു ബി യൂസ്ഡ് ബൈ കോമ്പിനേഷൻ രജിസ്ട്രേഷൻ ഓഫ് ഡീലേഴ്സ് ഫയലിംഗ് ദെയർ ക്വാർട്ടർലി GST റിട്ടേൺ ഓൺ പോർട്ടൽ. അത് ക്വാർട്ടർലി ആയിട്ട് GSTയിലോട്ട് നമ്മുടെ ഇൻഫർമേഷൻ ക്വാർട്ടർലി ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഫോമാണത്. ദെൻ GSTR 5 എന്ന് പറയുന്ന ഫോമുകൾ, ഈ ഫോമുകൾ ഫില്ല് ചെയ്തുകൊണ്ടാണ് കേട്ടോ സപ്ലയർ ഗവൺമെന്റിലോട്ട് ടാക്സ് പേ ചെയ്യുക. അപ്പോൾ ഓരോന്നിനും ഓരോ ഫോമുകളുണ്ട്. അപ്പോൾ സെയിലുമായി ബന്ധപ്പെട്ട ടാക്സ് ആണ് ഗവൺമെന്റിലേക്ക് കൊടുക്കണമെങ്കിൽ GSTR 1 എൻ്റർ ചെയ്ത് കൊടുക്കും. പർച്ചേസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ GSTR 2 അതിലായിരിക്കും ചെയ്യുക. GSTR 3 വരുമ്പം ഡിഫറൻസ് ആണ്, എക്സസ് ആയിട്ടുള്ള ടാക്സ് ലയബിലിറ്റി പേ ചെയ്യാനുള്ളതാണ്. GSTR 4 വന്നു കഴിഞ്ഞപ്പം ക്വാർട്ടർലി റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഫോമാണ്. GSTR 5 എന്ന് പറയുമ്പം GST യൂസ് നോൺ റെസിഡൻറ്റ് ടാക്സ് പേയേഴ്സ് മന്ത്ലി GST ഗവൺമെന്റിലോട്ട് കൊടുക്കാൻ ഉപയോഗിക്കുന്നതാണ്. നോൺ റെസിഡൻറ്റുകൾ, ഇന്ത്യയിലുള്ളവരല്ല പുറത്തുള്ളവർ. ദെൻ GSTR 6 ഉണ്ട്. അത് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആണ്. അതൊന്നും നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനില്ല കേട്ടോ. അതൊക്കെ ഓരോ വ്യക്തികളാണ്. GSTക്കകത്ത് വരുന്ന കുറേയധികം ടേമുകൾ ഇനിയും ഒത്തിരി ഉണ്ട്. അതൊന്നും നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനില്ല. അപ്പോൾ ജസ്റ്റ് ആ പേര് മാത്രം ഓർത്തിരുന്നാൽ മതി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. GSTR 6 ഇൻപുട്ട് ടാക്സ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് രജിസ്റ്റർ ചെയ്ത ആൾക്കാർ GST ഗവൺമെന്റിലോട്ട് ഫയൽ ചെയ്യാൻ വേണ്ടിയാണ് GSTR 6 എന്ന് പറഞ്ഞ ഫോം ഉപയോഗിക്കുക. ദെൻ GSTR 7നകത്ത് രജിസ്റ്റേർഡ് പേഴ്സൺ റിക്വയർഡ് ടു ഡിഡക്ട് അണ്ടർ ദ സെക്ഷൻ 51. സെക്ഷൻ 51 പ്രകാരമുള്ള ഡിഡക്റ്റബിൾ ടാക്സ് പേഴ്സൺസുകളാണ് GSTR 7 എന്ന് പറഞ്ഞ ഫോം ഫയൽ ചെയ്തുകൊണ്ട് ഗവൺമെന്റിലോട്ട് ടാക്സ് പേ ചെയ്യുക. ദെൻ ഒരു 9(9)A കൊടുത്തിട്ടുണ്ട്. GSTR 9(9)A രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൾ ബി റിക്വയർഡ് ടു സബ്മിറ്റ് ആനുവൽ റിട്ടേൺ. അപ്പോൾ അതൊന്ന് ഓർത്തിരുന്നോ കേട്ടോ. GSTR 9(9)A ആനുവലി ഉള്ള റിട്ടേൺ ഗവൺമെന്റിലോട്ട് കൊടുക്കാനുള്ളതാണ്, വർഷം ആയിട്ടുള്ളത്. ക്വാർട്ടർലി ഏതായിരുന്നു നമ്മൾ പറഞ്ഞത്? ക്വാർട്ടർലി GSTR 4 ആയിരുന്നു. ആനുവലി വന്നപ്പം GSTR 9(9)A വന്നു. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നാൽ മതി. അപ്പോൾ ഓരോ ഫോമുകളും എന്തിനാണ് ഫില്ല് ചെയ്യുന്നതെന്ന്, ഗവൺമെന്റിലോട്ട് ടാക്സ് അടയ്ക്കാൻ വേണ്ടി എങ്ങനെയുള്ള വ്യക്തികൾ, ഓരോ വ്യക്തികൾക്കും ഓരോ ടൈപ്പ് ഫോമുകൾ ഫില്ല് ചെയ്തുകൊണ്ടാണ് ഗവൺമെന്റിലോട്ട് കൊടുക്കുക. അതായത് ഇൻപുട്ട് ടാക്സ് ഡിസ്ട്രിബ്യൂട്ടർ ആണോ, അല്ലെങ്കിൽ 51 സെക്ഷൻ പ്രകാരം ഡിഡക്ഷൻ ഉള്ള ആൾക്കാരാണോ, പർച്ചേസിന്റെ ആണോ, സെയിലിന്റെ ആണോ, അല്ലെങ്കിൽ ടാക്സ് ലയബിലിറ്റിക്കുള്ളതാണോ, ദെൻ
ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓരോ ഫോമുകൾ ഫില്ല് ചെയ്തുകൊണ്ടാണ് ഗവൺമെന്റിലോട്ട് ടാക്സ് അടയ്ക്കുക. അപ്പം റിപ്പോർട്ടുകളിൽ 3 നന്നായി പഠിച്ചോണം. GSTR 1, 2 ആൻഡ് 3. അപ്പോൾ GST എന്ന് പറഞ്ഞ 4ാമത്തെ മൊഡ്യൂളിൽ നിങ്ങൾക്ക് തിയറി ബേസ് ചെയ്ത് പഠിക്കാനുള്ളത് ഇത്രയും ഭാഗങ്ങളേ ഉള്ളൂ. അത് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആകെ ഒരു മൊഡ്യൂളും കൂടെ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് നിങ്ങളിപ്പോൾ അത്യാവശ്യം പഠിക്കണം, നന്നായിട്ട് പഠിക്കണം. GSTയുമായി ബന്ധപ്പെട്ട കുറേ തിയറികൾ നിങ്ങൾക്ക് കാണാതെ പഠിക്കാനുണ്ട്. അതേപോലെ